ഹലോ നമസ്കാരം. എല്ലാവരും കർക്കിടക മാസമായിട്ട് കർക്കിടക കഞ്ഞിയൊക്കെ ഉണ്ടാക്കി വെച്ച് കുടിച്ചോ? നമ്മളിവിടെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഞവര അരിയും അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ, ഉലുവ, ദശമൂലം, അതുപോലെ തന്നെ കർക്കിടകക്കഞ്ഞി ചൂർണം, ഇതൊക്കെ ആയിട്ട് ഒരു പാക്കറ്റിൽ വൈദ്യരത്നം ബ്രാൻഡിന്റെ കിറ്റ് നമുക്ക് ആയുർവേദ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം നമ്മളും മേടിച്ചിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഈ മാസം നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കണമല്ലോ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ നമ്മൾ കുറച്ച് ചെറുപയറും അതുപോലെ തന്നെ അതിലുള്ള ഉലുവയും അതിൽ നിന്ന് നമ്മൾ ആവശ്യത്തിന് 7 ദിവസം വയ്ക്കാനുള്ള ഒരു കിറ്റാണിത്. അപ്പം അതിൽ 4.5 ഗ്രാം ചെറുപയറും 2 ഗ്രാം ഉലുവയും എടുത്തിട്ട് നമ്മൾ ശുദ്ധജലത്തിൽ ഇട്ട് വെക്കണം തലേ ദിവസം. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ കിറ്റിൽ വെച്ചിരിക്കുന്ന 14 ഗ്രാം ദശമൂലം മരുന്നുകൾ ഒരു തുണിയിൽ കെട്ടിയിട്ട് അത് 1 ലിറ്റർ ശുദ്ധജലത്തിൽ ഇട്ട് വെച്ച് നമ്മൾ തിളപ്പിക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ചെറുപയറും അതുപോലെ തന്നെ ഉലുവയും എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് 7 ദിവസം നമുക്ക് ആ ഒരു കിറ്റിലത്തെ ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് മാത്രം എടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ അളവ് അത്രയും എടുത്തിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ തലേ ദിവസം മാറ്റി വെച്ചു, നല്ല വെള്ളത്തിൽ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ദശമൂലം ഒരു നല്ല തുണി എടുത്തിട്ട് അതിലേക്ക് ഒരു ഏകദേശം 14 ഗ്രാം ദശമൂലം മരുന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കിഴിയായിട്ട് കെട്ടി വെക്കണം. കെട്ടിയിട്ട് നമ്മൾ 1 ലിറ്റർ വെള്ളം നമ്മൾ പാത്രത്തിൽ എടുക്കുക. ഇപ്പം നമ്മൾ ഞവര അരി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ നമ്മുടെ കുക്കറാണ്. കുക്കറിൽ വെച്ചിട്ട് വേഗം ചെയ്തെടുക്കുക എന്നുള്ള രീതിയിൽ. ഇപ്പം നമ്മൾ ഒരു കലമൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്വാദോട് കൂടിയിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ കിഴി കെട്ടിയിട്ട് 1 ലിറ്റർ വെള്ളം നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് അതിൽ വെച്ച് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദശമൂലം ഇങ്ങനെ എന്താ പറയുക, കിഴി കെട്ടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ആ ഒരു ഇത് അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ആയല്ലോ. അതിൽ നിന്ന് ആ ഒരു കിഴി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ നവര അരി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് വെച്ച് തിളപ്പിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ എന്തായാലും കിഴി കെട്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് വെള്ളത്തിൽ. അപ്പോൾ 45 ഗ്രാം നവര അരി നമ്മൾ എടുക്കണം. അതും ഈ പറഞ്ഞ പോലെ കിറ്റിലുള്ള മൊത്തത്തിലുള്ള അളവിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു 7 ദിവസം വെക്കാൻ രീതിയിൽ നമ്മൾ കുറച്ചെടുത്താൽ മതി. അതായത് 45 ഗ്രാമാണ് എടുക്കേണ്ടത്. അപ്പോൾ തൂക്കം നോക്കാൻ പറ്റാത്തവർ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് നല്ല വെള്ളം വെച്ചിട്ട് നന്നായി കഴുകി വൃത്തിയാക്കുക. 2 വട്ടം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ കിഴി കെട്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്തത്തെ സൗണ്ടൊക്കെ കേട്ട് കിളികളുടെ സൗണ്ടൊക്കെ നല്ല രസമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചുറ്റുപാടും മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നിൽക്കുകയായിരുന്നു കേട്ടോ. കിളികളുടെ സൗണ്ടും ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അമ്മയാണ് കുക്ക് ചെയ്യുന്നത്, അമ്മയാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ ഒരു വാഴക്കൊമ്പൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതായത് ഇതിൽ നിന്ന് നമ്മൾ ആ ഒരു കിഴി നമ്മൾ എടുത്ത് മാറ്റണം. അപ്പോൾ അതേ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മളെ നവര അരി കഴുകി വെച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമുക്കൊരു 4-5 വിസിലോളം നമ്മൾ ഈ ഒരു കുക്കറിൽ നമ്മൾ അടിക്കണം. എന്നാലാണ് ഇത് നന്നായി വെന്ത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തലേ ദിവസം കഴുകി വെച്ചില്ലേ, ആ ഒരു കഴുകി എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെറുപയറും അതുപോലെ തന്നെ ഉലുവയും കൂടിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു വിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വേവ് ഏകദേശം നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചൂർണപ്പൊടി, ഇതിലത്തെ ഒരു ചൂർണപ്പൊടി ഏകദേശം 4 ഗ്രാമാണ് ഇട്ട് കൊടുക്കേണ്ടത്. 4 ഗ്രാം കർക്കിടകക്കഞ്ഞി ചൂർണവും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പാൽ അത്യാവശ്യം നാളികേരപ്പാൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നാളികേരപ്പാൽ നമ്മൾ അത്യാവശ്യം എടുത്തിട്ടുള്ള കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഈ 4 ഗ്രാം ചൂർണം ഇട്ടിട്ട് നമ്മൾ ഇതിലുള്ള വെള്ളം വെച്ചിട്ട് തന്നെ അത് തിളയ്ക്കാൻ ഇട്ടു. എന്നിട്ട് അതിലേക്ക് നമ്മുടെ തിളച്ച് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മൾ 1-ാം പാലില്ലേ, അതായത് അധികം വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്തിട്ടുള്ള നാളികേരപ്പാൽ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും വെച്ച് കുടിച്ച് നോക്കുക.
അപ്പോൾ നല്ലതായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.